നമസ്കാരം. നവാഗതർക്ക് വർണ്ണ ബലൂണുകളും പൂച്ചെണ്ടുകളും മധുര പലഹാരങ്ങളും മറ്റും നൽകി വരവേൽപ്പ്. അംഗൻവാടി പ്രവേശനോത്സവം കളർഫുൾ. കാന്തല്ലൂർ, മറയൂർ പഞ്ചായത്തുകളിൽ ഉന്നതികളിൽ പ്രവർത്തിക്കുന്ന അംഗൻവാടികളിൽ പ്രവേശനോത്സവത്തോടനുബന്ധിച്ച് സംഘടിപ്പിച്ച പരിപാടികൾ ശ്രദ്ധേയമായി. രാവിലെ 10 മണിയോടെ തന്നെ കുട്ടികളുമായി മാതാപിതാക്കൾ അംഗൻവാടികളിൽ എത്തി. വിവിധ വർണ്ണങ്ങളിലുള്ള ബലൂണുകളും പൂച്ചെണ്ടുകളും മറ്റും നൽകി ജനപ്രതിനിധികളും ടീച്ചർമാരും ജീവനക്കാരും ചേർന്ന് നവാഗതരെ സ്വീകരിച്ചു. ഇവരിൽ ഭൂരിഭാഗവും വളരെ വേഗം പുതിയ സാഹചര്യവുമായി പൊരുത്തപ്പെട്ടു. പിന്നെ കൂട്ടം ചേർന്ന് കളിയും ഒച്ചപ്പാടുമൊക്കെയായി. ഇതോടെ ഇടവേളയ്ക്ക് ശേഷം അംഗൻവാടികൾ വീണ്ടും സജീവമായി. ഇതോടനുബന്ധിച്ച് കാന്തല്ലൂർ പഞ്ചായത്തിലെ പൊങ്ങമ്പള്ളിയിൽ സംഘടിപ്പിച്ച ചടങ്ങ് പഞ്ചായത്ത് പ്രസിഡന്റ് എസ് ശിവൻരാജ് ഉദ്ഘാടനം ചെയ്തു. 26 അംഗൻവാടി എൻ്റെ അംഗൻവാടിയാണ്. അതുകൊണ്ട് സ്പെഷ്യൽ ഗസ്റ്റ് ഞാനല്ല. എനിക്ക് അംഗൻവാടിയെ കുറിച്ച് പറയേണ്ടതെന്ന് വെച്ചാൽ 26 അംഗൻവാടിയിലും എനിക്കറിയാം. അംഗൻവാടി ചില അംഗൻവാടികൾ കെട്ടിടങ്ങളിലെ സൗകര്യക്കുറവെല്ലാം ഉണ്ട്. എന്നാലും ഉള്ള അംഗൻവാടിയെ നല്ല രീതിക്ക് ടീച്ചറും ഹെൽപ്പറും തന്നെ വൃത്തിയായിട്ട് മെനയോടെ ഐശ്വര്യത്തോടെ 26 അംഗൻവാടിയും വെച്ചിട്ടുണ്ട്. അത് എനിക്ക് അഭിമാനമുണ്ട്. കാന്തല്ലൂരിലെ എനിക്ക് അഭിമാനമുണ്ട്. എല്ലാ അംഗൻവാടിക്കും തന്നെ ഈ ഉത്സവത്തിന് എനിക്ക് പോകണമെന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. ഒത്തിരി പേര് എന്നെ വിളിച്ചിരുന്നു. എനിക്ക് പോകാൻ പറ്റിയില്ല. ചമ്പക്കാട് പോയിട്ടാണ് ഇവിടെ വന്ന് എത്തിയത്. ഏതായാലും ഈ വേളയിൽ 26 അംഗൻവാടിയിൽ ഞാൻ പങ്കെടുത്തായിട്ട് തന്നെ ഞാൻ ഓർക്കുന്നു. എല്ലാ 26 അംഗൻവാടിയിലുള്ള കാന്തല്ലൂർ പഞ്ചായത്തിലുള്ള പ്രവേശന ഉത്സവത്തിൽ ഞാൻ പങ്കെടുത്തതുപോലെയാണ് ഞാൻ ചിന്തിക്കുന്നത്. മുഴുവൻ അംഗൻവാടിക്കും അന്ന് പ്രവേശനത്തിൽ വന്ന പിള്ളേരും അന്ന് പോകുന്ന പിള്ളേർക്കും എൻ്റെ അഭിവാദ്യങ്ങൾ പറഞ്ഞുകൊള്ളുന്നു. പിന്നെ എനിക്ക് പറയാനുള്ളത്, ഈ പിള്ളേരെ സംബന്ധിച്ചിട്ട് നമ്മൾ ശരിക്കും ഒരു പ്രവേശന ഉത്സവം എന്ന് പറയുന്നത് പിള്ളേരെ ഇങ്ങോട്ട് വരുത്തുകയും ഇവിടെ നിന്ന് ഇറങ്ങിപ്പോകുന്ന പിള്ളേർക്കും ഒരു ഇതിനു വേണ്ടിയാണ് നമ്മൾ വിളിക്കുന്നത്. അത് ശരിക്കും തന്നെ ഒരു ഉത്സവമായിട്ട് തന്നെ മാറ്റിയെടുക്കണം എന്നാണ് ഇത്. പക്ഷേ കേരളത്തിന്റെ താഴെ ഭാഗത്തൊക്കെ എന്താണെന്ന് വെച്ചാൽ വലിയൊരു ഉത്സവമായിട്ട് തന്നെ മാറും. പക്ഷേ ഇവിടെയും ഉത്സവമായിട്ട് തന്നെ നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടായാലും കുഴപ്പമില്ല. എന്നാന്ന് വെച്ചാൽ നമ്മൾ പറയുന്ന മെസ്സേജുകൾ കൊച്ചു പിള്ളേർ കേൾക്കത്തില്ല. പക്ഷെ അമ്മമാർ തന്നെ കേൾക്കണം തന്നെ എൻ്റെ അഭിപ്രായം. ഇതിൽ നമ്മുടെ ഗവൺമെന്റ് പറയുന്നത് 3 വയസ്സ് മുതൽ 6 വയസ്സുള്ള പിള്ളേരിനെ അംഗൻവാടി വിടണം എന്നാണ് പറയുന്നത്. പണ്ട് കാലത്തിൽ അംഗൻവാടിയിൽ ഒരു പടം കാണിച്ചിട്ട് ഇതാണ് ആനയാണെങ്കിൽ ആന എന്ന് പറഞ്ഞു കൊടുത്താൽ മതി. ഇപ്പൊ അങ്ങനെയല്ല, അത് എഴുതി തന്നെ കൊടുക്കുന്നുണ്ട്. അംഗൻവാടിയിൽ എഴുതി തന്നെ കൊടുക്കുന്നുണ്ട്. നമ്മുടെ പിള്ളേരെ മറക്കാതെ നമ്മൾ ജോലിക്ക് പോയാലും ശരി നമ്മുടെ പിള്ളേരെ അംഗൻവാടിയിൽ വിടണം. എല്ലാ അമ്മമാരും വിടണം. 3 വയസ്സ് മുതൽ 6 വയസ്സ് വരെ എല്ലാ പിള്ളേരെയും അംഗൻവാടിയിൽ വിടണം. ടീച്ചർമാർ പഠിപ്പിച്ചോളും. ഒരു മെച്ചൂർഡായിട്ട് 6 വയസ്സ് കഴിഞ്ഞിട്ട് കൊണ്ട് ചേർക്കുന്ന സമയത്ത് അവർ പിള്ളേർ മെച്ചൂർഡ് ആയിക്കൊണ്ട് നല്ലപോലെ പഠിച്ചോളും. മെമ്പർ അമ്പിളി പ്രവീൺ അധ്യക്ഷത വഹിച്ചു. മുൻ അധ്യാപിക ലൂസി അഗസ്റ്റിൻ ആശംസകൾ അറിയിച്ചു. അംഗൻവാടി തലത്തിൽ കിട്ടിയ എല്ലാ വർക്കേഴ്സിനും കിട്ടിയ നിർദ്ദേശമാണ് പ്രവേശനോത്സവം നടത്തുക എന്നത്. അത് ഏത് രീതിയിൽ നടത്തണമെന്ന് നമുക്ക് ചെറിയൊരു നിർദ്ദേശമുണ്ടായിരുന്നു. എന്നാലും പറയാതിരിക്കാൻ വയ്യ, ഓരോ അംഗൻവാടി വർക്കേഴ്സിന്റെയും കലാവിരുത് കാണേണ്ടതാണ്. ഇങ്ങനെയുള്ള ഓരോ ഉത്സവങ്ങൾ അല്ലെങ്കിൽ ഓരോ ആഘോഷങ്ങൾ നടക്കുമ്പോഴാണ് അവരിൽ അടങ്ങിയിരിക്കുന്ന കലകളെ കുറിച്ച് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഇതോടൊപ്പം തന്നെ ഇവിടുത്തെ അംഗൻവാടികളിൽ നിന്നും ഈ വർഷം 1-ാം ക്ലാസ്സിലേക്ക് അഡ്മിഷൻ നേടിയിട്ടുള്ള കുരുന്നുകൾക്ക് യാത്രയയപ്പും നൽകി. കുട്ടികളെ മികച്ച രീതിയിൽ പഠിപ്പിച്ച് 1-ാം ക്ലാസ് പ്രവേശനത്തിന് പ്രാപ്തരാക്കിയ അധ്യാപിക ശ്രീദേവി ചന്ദ്രമോഹനും സഹപ്രവർത്തക രാധാ സുരേഷിനും അമ്മമാർ ഉപഹാരങ്ങൾ നൽകി സന്തോഷം പങ്കിട്ടത് വേറിട്ട കാഴ്ചയായി. മെയിനായിട്ട് ശ്രീദേവി ടീച്ചറാണ് ഞങ്ങളുടെ എല്ലാം ആയിരിക്കുന്ന ഞങ്ങളുടെ കുട്ടികളെ. എൻ്റെ മൂത്തൻ പഠിച്ചു പോയി, ഭയങ്കര കുസൃതിയായിരുന്നു. ഇവിടെ വന്നപ്പം നല്ല മര്യാദ പഠിച്ച് നന്നായിട്ട് ഇപ്പം പഠിക്കുന്നുണ്ട്. ഫൈസ്നാർ സ്കൂളിലാണ് പഠിക്കുന്നത്. നന്നായിട്ട് പഠിക്കുന്നുണ്ട്. എല്ലാത്തിലും നല്ല ആക്റ്റീവാണ്. ഇപ്പം 3 വർഷമായിട്ട് ചെറിയ കൊച്ചുകളെ അവനാണെങ്കിലും തന്നെ കുഴപ്പമില്ല, നല്ല ആക്റ്റീവാണ്. വരയ്ക്കുന്നുണ്ട്, നന്നായിട്ട് വരയ്ക്കുന്നുണ്ട്. നല്ല രീതിയിൽ പോകുന്നുണ്ട്. പിന്നെ കെയറിങ് ആണെങ്കിലും ഇവിടുത്തെ ആയെയും ടീച്ചറാണെങ്കിലും നല്ല കെയറിങ് ആണ്. പിള്ളേരെയൊക്കെ നല്ല കെയറിങ് ചെയ്യുന്നുണ്ട്. അവർക്ക് എന്ത് ആവശ്യം ഉണ്ടെങ്കിലും അപ്പം ചെയ്യുന്നുണ്ട്. ഞങ്ങൾ വിളിച്ച് എന്തെങ്കിലും ഇൻഫോം വേണമെങ്കിൽ ഞങ്ങൾ വിളിച്ച് ഇൻഫോം ചെയ്യുന്നുണ്ട്. ഗ്രൂപ്പിൽ പറയുന്നുണ്ട്. എൻ്റെ കുട്ടി 3 വർഷം ഇവിടെ നന്നായിട്ട് പഠിച്ചു. നന്നായിട്ട് ടീച്ചർ നല്ലൊരു രീതിക്ക് കൊച്ചിനെ പഠിപ്പിച്ച. പിന്നെ ആൻറ്റി ആയാലും നന്നായിട്ട് ഭക്ഷണങ്ങളൊക്കെ നോക്കി കൊടുത്തു. പിന്നെ പഠിപ്പിലായാലും ഈ കളിക്കാനായാലും എല്ലാ നല്ല രീതിയിൽ ടീച്ചർ നോക്കിയ. പിന്നെ ഫുഡിന്റെ കാര്യത്തിൽ ആൻറ്റി നല്ല രീതിയിൽ എല്ലാം കൊടുത്തു. ചടങ്ങിൽ വെച്ച് SLCക്ക് ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികൾക്ക് ഉപഹാരങ്ങളും സമ്മാനിച്ചു. അധ്യാപിക ശ്രീദേവി ചന്ദ്രമോഹൻ സ്വാഗതവും ചിന്നമ്മ കൃതജ്ഞതയും അർപ്പിച്ചു. സ്റ്റാർട്ട് ചെയ്ത
അന്ന് മുതൽ ഇന്ന് വരെ ഞാൻ വിളിച്ചാൽ അമ്മമാർക്കറിയാം അല്ലേ, LMC കമ്മിറ്റി അംഗങ്ങൾക്കറിയാം, വിളിച്ചാൽ നമ്മുടെ മെമ്പർ ഓടിയെത്തും അല്ലേ. അപ്പോൾ നമ്മുടെ മെമ്പറിനെ നമ്മളുടെ അംഗനവാടിയുടെ പേരിലും നമ്മളുടെ കോളനിയുടെ പേരിലും നമ്മുടെ ഇവിടെയുള്ള എല്ലാ അമ്മമാരുടെയും കുഞ്ഞുങ്ങളുടെയും പേരിലും ആദ്യമായിട്ട് സ്വാഗതം ആശംസിച്ചു കൊടുക്കുന്നു. അടുത്ത നമ്മുടെ പഞ്ചായത്ത് പ്രസിഡന്റ്. ഇന്ന കാര്യം വേണമെന്ന് പറഞ്ഞാൽ സ്ഥാപനം ഞങ്ങൾക്ക് ഒത്തിരി കാര്യങ്ങൾ ചെയ്തു തരാൻ മുന്നോട്ട് വരുന്നുണ്ട്. ഇനി നിങ്ങളും നമ്മുടെ അംഗനവാടിയുടെ മുന്നോട്ടുള്ള കാര്യങ്ങൾ നമ്മുടെ അമ്മമാർ ചോദിക്കണ്ടേ? എല്ലാ കാര്യങ്ങളും നിങ്ങൾ ഇനിയും ഞങ്ങളുടെ കുട്ടികൾക്ക് എന്തൊക്കെ വേണം എന്നുള്ളതിനേക്കാളും നമ്മൾ ഒത്തിരി കൂടി മാറ്റം വേണം അല്ലേ. അപ്പൊ മാറ്റം വേണം എന്നുള്ള ആഗ്രഹമുണ്ട്. അപ്പോൾ പ്രസിഡന്റ് ചമ്പക്കാട് പോയി, കാരണം പ്രസിഡന്റിന്റെ വാർഡാണ് 1ാം വാർഡ്. നമ്മൾ അതിൽ നിന്ന് ഇപ്പം ഞാൻ വന്നേ പറ്റുള്ളൂ എന്ന് വിളിച്ചു പറഞ്ഞ് എനിക്ക് എൻ്റെ സ്പെഷ്യൽ ഗസ്റ്റായിട്ട് ഞാൻ വെച്ചേക്കുന്നത് പ്രസിഡന്റിനെയാണ്. ഞങ്ങൾ LMC കമ്മിറ്റി അംഗങ്ങൾ അങ്ങനെയാണ് തീരുമാനിച്ചതെന്ന് പറഞ്ഞു. അത് കാരണം 10 മിനിറ്റിൽ എത്തിയേക്കാമെന്ന് പറഞ്ഞു. അതേപോലെ വന്നു ചേർന്ന പ്രസിഡന്റിനെ മനസ്സ് നിറയെ എൻ്റെ അമ്മമാരുടെയും ഞങ്ങളുടെയും സ്വാഗതം ആശംസിച്ചു. അതുപോലെ തന്നെ എന്റെ സങ്കടങ്ങൾ മൊത്തം, എന്റെ സങ്കടങ്ങള് സന്തോഷങ്ങള്, ഞാൻ എന്റെ ഷെയറിങ് മൊത്തം ഞാൻ ഇവിടെ ചെയ്യുന്നത് അവരുമായിട്ടാണ്. അവരാണ് എൻ്റെ എല്ലാ സ്വഭാവങ്ങളും എൻ്റെ സ്വഭാവ രൂപീകരിക്കാൻ എനിക്ക് അവരാണെന്ന് പറയാൻ പറ്റുള്ളൂ. ഞാൻ അവരെ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്തു കൊള്ളുന്നു. ഞങ്ങൾ രണ്ടുപേരെന്ന് പറഞ്ഞാൽ അച്ഛനും അമ്മയെന്ന് മക്കൾക്ക് പറയാം. അല്ല, എനിക്ക് മകളെന്നുള്ള രീതിയിലാണ് ഞാൻ കൈകാര്യം ചെയ്ത് പോയിക്കൊണ്ടിരിക്കുന്നത്. ഞങ്ങൾ രണ്ടുപേരും എന്ന് പറഞ്ഞാൽ അതുപോലെയാണ്. കൂടെ പലപ്പോഴും ഞങ്ങൾ അങ്ങോട്ടാണേലും ഇങ്ങോട്ടാണേലും ഞങ്ങൾ തമ്മിൽ ഒരു വഴക്കോ ഇന്നുമില്ല അന്നുമില്ല. എൻ്റെ പല ഹെൽപ്പേഴ്സ് എൻ്റെ കൂടെ കടന്നു പോയിട്ടുണ്ട്. ഇന്നൊരു ഹെൽപ്പർമാരും എന്നെ വിട്ട്, ഹെൽപ്പർന്ന് ഞാൻ പറയില്ല, എൻ്റെ പ്രവർത്തകർ, എൻ്റെ കൂടെ എൻ്റെ പ്രവർത്തകരാണ്. ഞങ്ങൾ അങ്ങനെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ ഇരിക്കുന്ന അമ്മമാർക്ക് അതുപോലെ അറിയാം, പ്രസിഡന്റ് മെമ്പറിന് എല്ലാവർക്കും അറിയാം. എൻ്റെ പ്രവർത്തകയെ എൻ്റെ യോഗത്തിലേക്ക് നിങ്ങൾ ഓരോരുത്തരുടെ പേരിൽ സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ഉത്സവമാണ്. അതിനുവേണ്ടി നമ്മുടെ അധ്യക്ഷയായിട്ട് ഇവിടെ എത്തിച്ചേർന്ന നമ്മളുടെ മെമ്പറിന് ഒത്തിരി സമയമായെങ്കിലും എത്തിച്ചേർന്നു. നമ്മുടെ പ്രസിഡന്റിനും നന്ദി ഇവിടെ വന്ന് എത്തിച്ചേർന്ന എല്ലാവർക്കും എൻ്റെ പേരിലും ഓരോരുത്തരുടെ പേരിലും നന്ദി അറിയിച്ചുകൊള്ളുന്നു. പങ്കെടുക്കാനെത്തിയ എല്ലാവർക്കും പായസവും ഉച്ചഭക്ഷണവും ഒരുക്കിയിരുന്നു. ന്യൂസ് ഡെസ്ക്, മറയൂർ വിഷൻ.